സ്വാഗതം. ഞാൻ ബിന്ദുരാജ്. മൂന്നിയൂർ ഹൈസ്കൂളിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എഴുത്തുകൂട്ടം വായനക്കൂട്ടം എന്ന പേരിൽ കുട്ടികൾക്കുള്ള ഏകദിന സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല പ്രശസ്ത എഴുത്തുകാരൻ സതീഷ് തോട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. വായിക്കുന്നതിനൊരു ദിനമൊന്നുമില്ല. സത്യത്തിൽ അത് നമ്മൾ ഔപചാരികമായിട്ട് നമ്മൾ സർക്കാരുകൾക്ക് ഉണ്ടാക്കുന്ന ദിനമാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ചരമദിനോ ജന്മദിനമൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. വായിക്കുന്നതിന് പ്രത്യേക ദിവസമല്ല. വായന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തുടർന്നു പോരേണ്ട കണ്ടിന്യൂസ് പ്രോസസ്സാണ്, തുടർന്നു പോരേണ്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് സെപ്റ്റംബർ 5 അല്ലെങ്കിൽ വായനാ ദിനത്തിനാണ് സെപ്റ്റംബർ 19 ഞാൻ എന്ത് ചെയ്യുന്നു, വായിക്കാൻ തുടങ്ങുന്നു, ഞാൻ ആ ഒരാഴ്ച മുഴുവൻ വായിക്കും എന്നതായിരിക്കരുത് നമ്മുടെ കർത്തവ്യം. നമ്മൾ നിരന്തരമായി വായിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഭാവിയിൽ ഒരു എഴുത്തുകാരനായി തീരേണ്ട, ഒരു എഴുത്തുകാരിയായി തീരേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഹെഡ് മാസ്റ്റർ ഷാജി സാർ അധ്യക്ഷത വഹിച്ചു. അധ്യാപികയും കവയിത്രിയുമായ ഷമീമുന്നീസ പാറക്കടവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഒരു വിചാരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓരോ ആളുകളുടെ ഉള്ളിലൂടെയും കടന്നു പോകുന്നു. സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന 3 സ്കൂളുകളാണ് എൻ്റെ ജീവിതം. വീടിന്റെ വട്ടത്തിലെ ഒതുങ്ങിയില്ല 3 സ്കൂളുകൾ. ഇവിടുന്ന് തുടങ്ങിയ വായനയാണ്, ഇവിടുന്ന് വളർന്ന വായനയാണ്. ഇതിൽ നിന്ന് ഒരുപാടൊന്നും ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയിട്ടില്ല. ഈ സ്കൂൾ തന്ന വായനയേക്കാൾ കൗതുകം ഞാൻ പോയിട്ടില്ല എന്നാണ് എനിക്ക് ഇപ്പോഴും. ശില്പശാലയിൽ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും അവർക്ക് കഥാരചന, കവിത രചന, ലേഖനം തുടങ്ങിയ മേഖലകളിൽ ശില്പശാലയിൽ പരിശീലനം നൽകുകയും ചെയ്തു. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും പരിപാടി ആസ്വദിക്കുകയും പുതിയ ഒരു അനുഭവമായി മാറുകയും ചെയ്തു. ചടങ്ങിൽ കോർഡിനേറ്റർ അഷ്റഫ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി രേഷ്മ ടീച്ചർ, റഷീദ് മാസ്റ്റർ, ഷിഹാബ് മാസ്റ്റർ, അശ്വതി ടീച്ചർ, ശോഭിനാഥ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് 4 മണിക്ക് പരിപാടി സമാപിച്ചു. എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായിട്ട് ഈ പരിപാടിയിൽ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ സതീഷ് സാറിന് എന്റെയും അതുപോലെ ക്ലാസ്സുകളിൽ പറ്റിയ നമ്മുടെ സ്കൂളിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ആ പ്രചോദനം ലഭിക്കുന്നത് ചിലപ്പം അധ്യാപകരിൽ നിന്നാവാം, ഉമ്മയിൽ നിന്നാവാം, ഉപ്പയിൽ നിന്നാവാം, സമൂഹത്തിൽ നിന്നാവാം, വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നാവാം. അത്തരത്തിലുള്ള ചിലപ്പോൾ ശില്പശാലകളിൽ നിന്നുമാവാം. അത്തരത്തിലുള്ള പരിപാടികളെ സംഘടിപ്പിക്കുന്നത് തന്നെയാണ് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം. കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു വേദി ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ മൂന്നിയൂർ.